ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ പ്രഗ്നൻസി പീരീഡ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർ ബോറടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കൂട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫുൾ പവറായി എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ നോക്കുക. അതിനുവേണ്ടി ഞാൻ ചെയ്തിരുന്നത് ഫുള്ളി നമ്മൾ ബിസി ആയിരുന്നു. അതായത് ബിസി ഇൻ ദ സെൻസ് വളരെ ടയേർഡായി ഓരോ ജോലികൾ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. ഞാനാണെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് മുതൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കോളേജിൽ പോയിട്ടാണ് കോഴ്സ് ചെയ്തത്. ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 2013-16 കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടി ഫുഡ് കൊണ്ടു കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഉണ്ണിവാവ ക്ലാസ്സിൽ വരുന്നത്. ഞങ്ങൾ അങ്ങനെയായിരുന്നു ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എൻ്റെ പഠനമൊക്കെ തീർന്നിട്ടുണ്ടാവും, കാരണം ഞാൻ അത്ര നേരത്തെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബാച്ചിലേഴ്സ് എടുക്കാൻ വേണ്ടി കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ പ്രഗ്നൻസി. അപ്പോൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ആ കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രെയിൻ വളരെ ആക്റ്റീവായിരുന്നു. ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു പഠിക്കാൻ. ഇതുവരെ ഇല്ലാത്ത ആഗ്രഹമൊക്കെ അന്ന് പഠിക്കാൻ തോന്നിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, മൈൻഡ് ഭയങ്കര ആക്റ്റീവായിട്ട് എന്ന് വെച്ച് പിന്നീട് അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നല്ല, നമ്മുടെ ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. നിങ്ങൾ കോഴ്സ് ചെയ്യണമെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് വായിക്കാം. ബ്രെയിനെ ആക്റ്റീവായിട്ട് ഇരുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് ചെയ്യും. ജോലിക്ക് പോകുന്നവരുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ബിസി ആണല്ലോ. അപ്പം അതല്ല, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുള്ളി എൻഗേജ് ആവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് ഇപ്പം ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരുണ്ട്, ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, അപ്പോൾ ഒരുപാട് DIYs ചെയ്യുന്നവരുണ്ട് വീട്ടിൽ തന്നെ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എന്താണോ നിങ്ങൾ അത് ചെയ്യാൻ ശ്രദ്ധിക്കാം. അത് നിങ്ങൾക്ക് എന്തുമാവാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ തന്നെ ഒരു ബുക്കും പേനയും എടുക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുമ്പോഴാണോ, ഭീകരമായിട്ടൊന്നും ഡാൻസ് ചെയ്യരുത് കേട്ടോ ഇനീഷ്യൽ ഡേയ്സിൽ. അപ്പം ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഇടാം. നിങ്ങൾക്ക് ഉണ്ട് എന്ന് സ്വയം തോന്നുന്ന ഒരു കഴിവ് അത് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഞാൻ പാടാൻ മിടുക്കിയാണ് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ മിടുക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അത് നിങ്ങളുടെ ഹോബീസ് ആവും. ഇപ്പോൾ ബുക്ക് വായിക്കുന്നത് ഒരു ഹോബിയാണല്ലോ, അപ്പം കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സസൈസ് വിത്ത് യുവർ പാർട്ട്ണർ. അത് ഞാൻ ചെയ്തിരുന്ന, എനിക്ക് പേഴ്സണലി നോർമൽ ഡെലിവറി ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു. എക്സസൈസ് ചെയ്തിട്ടും C-സെക്ഷൻ ആയവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി ആ എക്സസൈസ് ഒക്കെ ചെയ്ത് നോർമൽ ഡെലിവറി തന്നെ ആവണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. 7, 8, 9 മാസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ എൻ്റെ വീട് തമ്മിൽ അത്ര ഡിഫറൻസ് ഇല്ല. അപ്പോൾ ആള് ഡെയിലി ഒരുമിച്ച് എക്സസൈസ് ചെയ്യുമായിരുന്നു. അതെനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച്, ആൾ എൻ്റെ കൈ പിടിക്കും, ഞാൻ സ്ക്വാറ്റ്സ് ചെയ്യും, അങ്ങനെ ഒരുപാട് എക്സസൈസ് ഒക്കെ ആൾ യൂട്യൂബിലൊക്കെ നോക്കി വരും, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് ഞങ്ങൾ ഒരുപാട് നടക്കും, ഒരുമിച്ച് ഞങ്ങൾ നടക്കും. രാത്രിക്കാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, രാത്രി പുറത്ത് നടക്കരുത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെന്ന്. അതിൻ്റെ വേറൊരു വശത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പുറത്ത് രാത്രി നടക്കുമ്പോൾ എൻ്റെ അമ്മ പറയും രാത്രി നടക്കാൻ പാടില്ല, അങ്ങനെയാണ് പണ്ടത്തെ ആളുകൾ പറയാമെന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇരുട്ടാവുമ്പോഴേക്കും ഞങ്ങൾ നടത്തൊക്കെ നിർത്തി ഞങ്ങൾ ടെറസിൽ പോയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ടെറസിൽ നടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 45 മിനിറ്റ് വരെ ലാസ്റ്റ് 8 മാസം 9 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഡെയിലി 45 മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ച് ഞങ്ങൾ പ്രയർ ചൊല്ലിയിട്ടാണ് നടക്കാറ്. അപ്പോൾ കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊന്ത ചൊല്ലി, എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്നു. അത് എക്സസൈസിലൂടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഡെയിലി വരും, ഞങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യും. അത് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു അടിപൊളി സമയമായിട്ട് തോന്നിയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചല്ല എങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വീഡിയോ കോൾ ചെയ്ത് എന്താ പറയുക, സ്ക്വാറ്റ്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ 10 സ്ക്വാറ്റ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ഒക്കെ ഒരുമിച്ച് ഓൺലൈൻ ചെയ്യാവുന്നതാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പം ഒരു അടുത്തില്ല എന്ന് വിഷമിക്കേണ്ട, അടുത്തില്ലാത്തവർക്കും പാർട്ട്ണറിൻ്റെ കൂടെ ക്വാളിറ്റി ടൈം ഓൺലൈൻ സ്പെൻഡ് ചെയ്യാം.
അപ്പോൾ എനിക്ക് അത് എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് വളരെ ഗുണം ചെയ്തിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് എക്സസൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ C-സെക്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എക്സസൈസ് ചെയ്തത് കൊണ്ട് നോർമൽ ആവും അല്ലെങ്കിൽ നോർമലേ ആവൂ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ചെയ്തിരുന്നു, എനിക്ക് അതുകൊണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം പോയി നിങ്ങൾ ഓടിപ്പോയി കണ്ടോളും. അപ്പോൾ ഓക്കെ, അപ്പം അതായിരുന്നു രണ്ടാമത്തെ കാര്യം. ഹസ്ബൻഡുമായിട്ട് ക്വാളിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നെല്ലാം. ഇപ്പം നിങ്ങൾക്ക് ഇനി പുറത്ത് പോകണോ, അപ്പം ഒരുപാട് യാത്രയൊന്നും നിങ്ങൾ പോകാൻ പറയില്ല, പക്ഷെ ഞാൻ ബൈക്കിലൊക്കെ നന്നായിട്ട് യാത്ര ചെയ്തിരുന്നു. ഞാൻ തന്നെ സ്കൂട്ടിയും ഓടിച്ച് നന്നായിട്ട് എൻ്റെ 8ാം മാസം 9ാം മാസം ഡെലിവറിക്ക് തൊട്ട് മുൻപ് വരെ ഞാൻ സ്കൂട്ടിയൊക്കെ എടുത്ത് പോയിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊന്നും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം കോംപ്ലിക്കേഷൻസ് ഉള്ളവരുണ്ടാവില്ല, ഇപ്പോൾ റെസ്റ്റ് പറയുന്നവരുണ്ടാവും, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയുന്നവരുണ്ടാവും. എല്ലാവരും അത് നോക്കിയിട്ട് ചെയ്യുക. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർ നിങ്ങൾ അടിപൊളിയായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോകും. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നടന്ന് അങ്ങോട്ട് പോവാം. അതുപോലെ തന്നെ ഇപ്പം രാത്രി നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, അങ്ങനെ നിങ്ങൾക്ക് പാർട്ട്ണർ നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ മൂവിക്ക് പോവാം. ഞങ്ങൾ അങ്ങനെ പോയിരുന്നു. ഞങ്ങൾ ഒരു ദിവസം 2 മൂവിക്കൊക്കെ പോയിരുന്നു. അപ്പം മൂവി കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുമിച്ച് മൂവിക്ക് പോവാം. ഒരു പാർക്കിൽ പോയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പം എന്താ പറയുക, ക്വാളിറ്റി ടൈം എങ്ങനെ ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട, നിങ്ങളുടേതായ രീതിയിൽ. അത് അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഇനി കാണാൻ പറ്റാത്തവരാണ്, 2 ധ്രുവങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഭർത്താവ് അടുത്തില്ല എന്ന് വെച്ചിപ്പം ഭാര്യനെ ഫോൺ ചെയ്യാൻ 5 മിനിറ്റ് കൊണ്ട് ഫോൺ ചെയ്ത് വെക്കാതെ കുറച്ചധികം സമയം ഭാര്യയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾ തമ്മിൽ വളരെ ഒരു ക്വാളിറ്റി ടൈം കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. എന്തത് 3 അതാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേൺ സംതിങ് ന്യൂ. എന്താ പറയാ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം, അതായത് ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രോയിങ് അറിയില്ല, തീരെ അറിയില്ലായിരുന്നു. പണ്ട് എപ്പോഴും എനിക്ക് ഓർക്കുന്നുണ്ട് ഞാൻ വരച്ചത്. പിന്നെ കാർബൺ പേപ്പർ, ട്രേസിങ് പേപ്പറൊക്കെ വന്നപ്പോൾ പിന്നെ സ്കൂളിലൊക്കെ ആവശ്യമുള്ളതൊക്കെ അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു സ്കില്ല് ഞാൻ എവിടേക്കോ നഷ്ടപ്പെടുത്തി കളഞ്ഞ പോലെ തോന്നിയ ഒരു സ്കില്ലുണ്ട്. നമുക്ക് ഒരുപാട് കഴിവുകൾ, നമ്മളറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ പല കഴിവുകളും പലർക്ക് ജന്മനാ കിട്ടുന്നു. ഇപ്പം അല്ലാതെ ഒരുപാട് സ്കിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ എന്താ പറയുക, ഡ്രോയിങ് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്കില്ലാണോന്ന് അറിയില്ല. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ഏതോ ഒരു സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു ചെറിയൊരു സ്കില്ലിനെ വളർത്തിയെടുത്തിരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വളരെ കാര്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വരച്ചിരുന്നത്, പക്ഷെ സ്റ്റിൽ എന്തോ എനിക്ക് അതിലൊരു വളരെ സന്തോഷം കിട്ടിയിരുന്നു. ഒരു LKG കുട്ടിക്ക് പോലും ചിലപ്പോൾ അതിലും നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു. കുഞ്ഞു കുഞ്ഞു ഡ്രോയിങ്സ് ഒക്കെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അതിലെനിക്ക് വളരെ ഒരു സന്തോഷം കിട്ടിയിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്ന ഒരു കഴിവ് വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ആ കുക്കിംഗ് സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം. അതുപോലെ തന്നെ തീരെ ഡാൻസ് കളിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്ന് നിങ്ങൾ 2-3 സ്റ്റെപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്ക്. പാടാൻ അറിയില്ലെങ്കിലും നിങ്ങളൊന്ന് പാടി നോക്ക്. നമ്മുടെ പാട്ട് ആരും കേൾക്കണ്ട, പക്ഷെ ചുമ്മാ ഒന്ന് മൂളിപ്പാട്ടൊക്കെ പാടി നമുക്ക് അറിയില്ല എന്ന് തോന്നുന്ന ഒരു കഴിവ് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. ഇതേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പറയുന്നത്, അപ്പം നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ 1ാമത്തെ പോയിന്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കഴിവ് നിങ്ങൾ അത് ആ സമയങ്ങളിൽ കൂടുതൽ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ചെയ്യുക. 2ാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ടൈം ഹസ്ബൻഡുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കുക. 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇല്ല എന്ന് തോന്നുന്ന ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പം അത് ഏത് രീതിയിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് കണ്ടിട്ട് അയക്കി ഇത് എന്ത് പൊട്ടയായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് ചിന്തിക്കാം. പക്ഷെ സ്റ്റിൽ നമുക്ക് കുഴപ്പമില്ല. എനിക്ക് ഒരു ഇൻസ്ട്രുമെൻസും വായിക്കാൻ അറിയില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ്, ഒരു ഇൻസ്ട്രുമെൻസും വായിക്കാൻ അറിയില്ല, നിങ്ങളുടെ വീട്ടിൽ ഗിറ്റാറോ വയലിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്ന് വായിക്കാനായിട്ട് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആണെങ്കിൽ പുതിയ ലാംഗ്വേജ് പഠിക്കാം. ഇപ്പം ഫ്രഞ്ച് പഠിക്കണോ, ജർമ്മൻ പഠിക്കണോ, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ പഠിക്കാമല്ലോ. അപ്പം ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പം എന്താ പറയുക, ചിലപ്പോൾ ജനിക്കുന്ന കുട്ടി വളരെ ലിംഗ്വിസ്റ്റിക് ലേണിംഗ് കപ്പാസിറ്റി ഉള്ള കുട്ടിയാവുമെങ്കിലോ, നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെയായി വളരും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്റ്റിൽ
നമുക്ക് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയിൽ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെയാണല്ലോ യൂഷ്വലി പറയാറ്. നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ എന്താണോ ചെയ്യുന്നത് അത് കുട്ടിക്ക് കിട്ടുമെന്നല്ലേ പറയാറ്. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതായിരുന്നു മൂന്നാമത്തെ, നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ഇംപ്രൂവ് ആക്കാൻ ശ്രമിക്കുക. അപ്പൊ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ പാരന്റ്ഹുഡ്. നിങ്ങൾക്ക് എന്താ പറയുക, പാരന്റിങ്ങിനെ കുറിച്ചുള്ള ബുക്സ് വായിക്കാം, വീഡിയോസ് കാണാം, ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബേബി ഷൈൻ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ആയിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബുക്കാണിത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പകൽ ഉറങ്ങരുത് ബട്ട് കെടുക്കാം, കഫം കൂടുമെന്ന്, അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. ഇത് പറ്റിക്കഴിഞ്ഞാൽ വേറെ വീഡിയോ ചെയ്യും. അല്ല, ഈ വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് ഇതൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാവും ഇതിനെക്കുറിച്ച് നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അന്നത്തെ റിട്രീറ്റിൽ പറഞ്ഞിട്ടുള്ളതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം പ്രഗ്നന്റ് എന്നല്ല, വി ആർ പ്രഗ്നന്റ് എന്നാണ്. അതായത് ഭാര്യയും ഭർത്താവും വി ആർ പ്രഗ്നന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഇമോഷണലി ഭാര്യ വീക്ക് ആവുകയാണെങ്കിൽ ഭർത്താവ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പം ഫിസിക്കലി വീക്ക് ആണെങ്കിൽ ഫിസിക്കൽ സപ്പോർട്ട് തരണം. എല്ലാം കൊണ്ടും നമ്മൾ ഐ ആം പ്രഗ്നന്റ് അല്ല, വി ആർ പ്രഗ്നന്റ് ആണ്. ഇപ്പം പല ഭർത്താക്കന്മാരും ഉണ്ട്, എന്താ ഭാര്യ പ്രഗ്നന്റ് ആണ്, ആളുടെ സെയിം റുട്ടീൻ ചെയ്തു വരുന്നത് ചെയ്യുന്നു, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കാതെയോ അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതെ അവരവരുടെ കാര്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയല്ല, ഒരുമിച്ച് വി ആർ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ആ ഒരു പ്രോസസ്സിലൂടെ രണ്ടുപേര് പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ആ ഒരു റിട്രീറ്റിൽ പറഞ്ഞതിൽ ഇപ്പോഴും ഓർമ്മയുള്ളത്. അതാണ്. അപ്പൊ ഭർത്താക്കന്മാർക്ക് അതിൽ വലിയ റോൾ ഉണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ചേക്കട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക പാരന്റ്ഹുഡ്? എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ഞാൻ പറയാണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു കുട്ടി ജനിച്ചു എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. കെടുത്തി പാല് കൊടുക്കുന്നതൊക്കെ പണ്ട് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കെടുത്തിയാണ് പാല് തന്നിരുന്നത്, പക്ഷെ ഇരുന്ന് പാല് കൊടുക്കണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് മുതിർന്നവർ അവർ പറഞ്ഞു തരുമല്ലോ എന്ന്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പണ്ട് ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും പാരന്റിങ്ങിന്റെ ഒന്നും കൂടുതൽ കണ്ടിരുന്നില്ല. ഒരു ഉണ്ണി ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ തന്നെ ഒരു ഐഡിയ, ആദ്യത്തെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഏത് സമയത്ത് സോളിഡ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഴയവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെയാണല്ലോ 6 മാസം കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അതിനുശേഷം മാത്രം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഐഡിയ, അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും യൂട്യൂബും സോഷ്യൽ മീഡിയാസും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തായാലും അറിവുള്ളവരായിരിക്കും. അതുപോലെ ഇപ്പൊ പറയുമല്ലോ, ഹസ്ബൻഡ് ഇപ്പൊ കുട്ടിയോട് വയറ്റിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറയില്ല. ഇപ്പൊ ചില പാട്ടുകളൊക്കെ പാടുവാണെങ്കിൽ വയറിൽ വെച്ചിട്ടേ പാടി കേൾപ്പിക്കുകയാണെങ്കിൽ പുറത്ത് വരുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും, അതായത് കുട്ടിയോട് സംസാരിക്കുന്നതിനെ പറ്റി. അപ്പം എന്താ പറയാ, എനിക്ക് പറയാനുള്ള നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ നാലാമത്തെ പോയിന്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന കാര്യം. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്താ പറയാ, ബി പ്രയർഫുൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും നിങ്ങളുടേതായ ഒരു പ്രാർത്ഥന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനത് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞില്ല, 7 മാസം വരെ കണ്ടിന്യൂസ് ഞാൻ ആ കോഴ്സിന് പോകുന്നതുകൊണ്ട് എനിക്ക് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള 2 മാസം ഞാൻ ഫുള്ളി എന്താ പറയുക, ഞാൻ ക്രിസ്ത്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബൈബിള് വായിക്കും, അതുപോലെ തന്നെ ബൈബിൾ നോട്ട്സ് ഒക്കെ എഴുതി വെക്കുമായിരുന്നു, അതുപോലെ ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കും, പിന്നെന്താ ഓൺലൈൻ ഈ പറഞ്ഞ പോലെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞിരുന്നില്ല, ഇപ്പൊ DIYs നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ കൊന്ത ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ഹസ്ബൻഡാണ് എന്നത് പഠിപ്പിച്ചത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊന്ത ഉണ്ടാക്കി അത് അവർക്കൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കുമായിരുന്നു. എനിക്ക് അതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. സ്പിരിച്വലി ഗുഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. എനിക്കത് വളരെ ഗുണം ചെയ്തിരുന്നു. അപ്പൊ 8ാമത്തെ മാസം 9ാമത്തെ മാസം ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ തന്നെ ബാക്കിൽ എൻ്റെ തന്നെ ഒരു വേറെ വീടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറയും, ഓക്കെ എന്ന് പറയും. ഞാൻ ബൈബിളും ലാപ്ടോപ്പും ഫോണും ബുക്കും, അതായത് ഡയറിയും പാനൊക്കെ എടുത്ത്, എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് ഒരു ഡയറിയും പാനും എനിക്ക് മസ്റ്റാണ്, നോട്ട് എഴുതി വെക്കണം. അപ്പോൾ എല്ലാം കൂടി എടുത്ത് ഞാൻ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞാൻ ഏതോ എങ്ങോട്ടോ പോകുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിലെ വീടൊക്കെ പതുക്കെ തുറന്ന്
ഡോറൊക്കെ തുറന്ന് വളരെ പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ തുറന്ന് ഞാൻ ബൈബിൾ ക്ലാസ് കേൾക്കുമായിരുന്നു. എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ബൈബിൾ വായിക്കും, ഒരു ബൈബിൾ സ്റ്റഡി നടത്തിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കൊന്ത ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു വളരെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ ചെല്ലേണ്ട പ്രയറുകളൊക്കെ ഞാനിങ്ങനെ ടിക്കിടും, ഇതൊക്കെ ഞാൻ ചൊല്ലി, ഇന്നത്തെ ദിവസം വളരെ പ്രൊഡക്റ്റീവായി, സ്പിരിച്വലി ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം, അങ്ങനെ ഞാൻ ഉറപ്പ് വരുത്തുമായിരുന്നു. അപ്പം ഇതെല്ലാ സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റിയെന്നല്ല കേട്ടോ പറയുന്നത്. സ്റ്റാർട്ടിങ് 7 മാസങ്ങളിലൊന്നും എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിരുന്നു. എൻ്റെ പ്രഗ്നൻസി ജേണിയിലെല്ലാം അത്യാവശ്യം ഞാൻ പ്രയർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് എനിക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ദിവസത്തിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ അയ്യോ ഇങ്ങനെയായിരിക്കും, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പേടിയാവുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ദിവസത്തിനെ ആലോചിച്ച് ഞാൻ എന്താ പറയുക, ബാക്കി സമയങ്ങളിൽ ടെൻഷൻ അടിച്ച് നടന്നിട്ടില്ല. അപ്പം പിന്നെ ആ ദിവസം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് പോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് എല്ലാം നിങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതന്നെ ഉള്ളൂ. കൂടുതലായിട്ട് പ്രാർത്ഥനയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം മെയിനായിട്ട് പറയേണ്ട 5 പോയിന്റ്സ് പറഞ്ഞു. ഇതിന് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഞാൻ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ലാപ്ടോപ്പും ഫോണും ഡയറിയൊക്കെ എടുത്ത് ആ വീട്ടിലോട്ട് വന്ന് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരെല്ലാം കോൺടാക്ട് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ആ സമയങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ പറയാം, എല്ലാവർക്കും ഇതിന് അവസരം കിട്ടുന്നൊന്നല്ല കേട്ടോ. എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ളവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പം പറ്റുന്നവർക്ക് ഇത് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് സെൽഫ് കെയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ കുറച്ച് മീ ടൈം ഒക്കെ കൊടുക്കുക. ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ കെയർ ചെയ്തിരുന്നു, ഫേസ് കെയർ ചെയ്തിരുന്നു. കാരണം കല്യാണത്തിന് മുൻപൊക്കെ ഭയങ്കര ഫേസ് കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പം അതിന് മുൻപ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സെൽഫ് കെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് മീ ടൈം ഒക്കെ കൊടുത്ത് സെൽഫ് കെയർ ചെയ്ത് അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്ത് എൻ്റെ പ്രഗ്നൻസി പീരീഡ് അടിപൊളിയായിരുന്നു, എനിക്ക് ഒരു കുറവുമില്ല, ഞാൻ ഇമോഷണലി അടിപൊളിയാണ്, മെന്റലി ഫിസിക്കലി എല്ലാം കൊണ്ട് അടിപൊളിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെല്ലാവരും തികഞ്ഞവരാണ്, വളരെ ഹാപ്പി ആയിട്ട് മാത്രം പ്രഗ്നൻസിനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് മാത്രം ഉപയോഗിക്കുമെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കും ഒരുപാട് ഇമോഷണലി ഞാൻ വീക്കായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. ഞാൻ ചിന്തിച്ചിരുന്നു, അയ്യോ ഞാൻ ഇമോഷണലി ഡൗൺ ആവുന്നു, എനിക്ക് സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു, ഈ സമയത്തൊക്കെ ഇത് ഈ കുട്ടീനെ ബാധിക്കുന്നുണ്ടാവില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പം ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളതില്ല. നമുക്ക് ഫുൾ ടൈം സന്തോഷം ജിൽ എനർജി ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഇമോഷണലി വീക്കായി നമ്മളുടെ ആ ഒരു ദേഷ്യം വരുന്ന സമയമായിക്കോട്ടെ, നമുക്ക് സങ്കടം വരുന്ന സമയമായിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നത്, അത് നമ്മുടെ കുട്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് കരുതിക്കൂടെ. അപ്പൊ ജീവിതത്തിൽ ഇമോഷണലി വീക്കാവുകയും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നും കൂടെ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ. അല്ലാതെ പ്രഗ്നൻസി പീരീഡ് എല്ലാം അടിപൊളി സന്തോഷം മാത്രമൊന്നും ആയിരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഇപ്പൊ പ്രഗ്നൻസി പീരീഡിലെ സാഹചര്യങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ മാത്രം ഉള്ളവരുണ്ടാവാം. നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ കടന്നു വരുന്ന ദുഃഖവും ഹാൻഡിൽ ചെയ്യാൻ ആ കുട്ടി പഠിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തയോടുകൂടെ മുന്നോട്ട് പോകാം. അപ്പം നിരാശ അടിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ മാക്സിമം നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കാം. അപ്പം അതും ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി ഭാവിയിൽ ആ കുട്ടിക്ക് കിട്ടും എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. സോ എനിക്ക് ഓൾമോസ്റ്റ് പറയേണ്ടത് പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം കുറച്ച് പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇതിന് പുറമെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രഗ്നൻസി പീരീഡ് ബ്യൂട്ടിഫുൾ ആക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിക്കാത്ത, തിരക്കിട്ട ലൈഫിൽ ഇതൊന്നും ചിന്തിക്കാത്തവരാണെങ്കിൽ അതിന് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.